എന്റെ കലിപ്പൻ. രചന ഫർസാന ഫർസു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അല്ല, നിന്നോടൊന്ന് ഫാസിലിന് വൈരാഗ്യം? ഞാൻ ചോദിച്ചു. സ്വത്തിന് വേണ്ടിയായിരിക്കും. എനിക്കിതെല്ലാം നിങ്ങളോട് പറയണം തോന്നി, അതാ പറഞ്ഞ. റിയ, നിനക്കെന്നെ ഇഷ്ടമല്ലേ? ആളൊന്നും പറയാതെ മുന്നോട്ട് നടന്നു. ഞാനൊരു ദുഷ്ടനെ പോലെയാണെന്ന് കരുതിയിട്ടുണ്ടാവുമല്ലേ? ഒരിക്കലുമില്ല. അത്രയും ഗുണ്ടകൾക്കിടയിൽ നിന്നും എന്നെ രക്ഷിച്ച നിങ്ങളെങ്ങനെയാ? പിന്നെന്താ, എൻ്റെ ഫാമിലി ഒരിക്കലും ഇനിയൊരു ലവ് മാരേജിന് തയ്യാറാവില്ല. പിന്നെ ഒരിക്കലും നടക്കാത്ത എന്തിനാ? നമുക്കിനി ഫ്രണ്ട്സായിട്ട് തന്നെ ഇരിക്കാം അല്ലേ? ഞാൻ ചോദിച്ചു. ഒരു ചെറു പുഞ്ചിരിയോടെ അവൾ നടന്നു. ഫംഗ്ഷൻ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോയി. അന്ന് എനിക്ക് ഉറക്കം വന്നില്ല. ഓരോന്ന് ആലോചിച്ചു. ഒന്നും വേണ്ട, എന്തിനാ വെറുതെ. അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിയെങ്കിലും സാറിനെ കാണുമ്പോൾ എൻ്റെ മനസ്സ് വെപ്രാളം കൂട്ടുന്നുണ്ടായിരുന്നു. എനിക്ക് സാറിന് ഇഷ്ടമാണ്, അത് നിങ്ങൾക്കറിയില്ലേ. സാറിനെ അവോയ്ഡ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ പിടച്ചിരുന്നു. ഞാൻ വല്ലാതെ നീറുകയായിരുന്നു. അന്ന് ഫാസിൽ എന്നെ കയറി പിടിച്ചപ്പോൾ സാറ് വന്ന് രക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അന്ന് രാത്രി ഷിയാബൊക്കെ വിളിച്ചിരുന്നു. റീനു, ഇന്ന് ഫാസിലൊന്നും കാര്യം നീ വീട്ടിൽ പറഞ്ഞോ? ഇല്ല, ഇക്കെങ്ങനെ അറിഞ്ഞു? ആഷിഖ് വിളിച്ചിരുന്നു. നിന്റെ സാറ് പൊളിയാണോടി, നിന്നെ രക്ഷിച്ച അവനാണല്ലേ. നീ ഇനി സൂക്ഷിക്കണം കേട്ടോ, എന്തുകൊണ്ടാലും എന്നെ വിളിക്കണം. ഷിയാബ്ക്കാക്ക പൊളിയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സാറിനോടുള്ള ഇഷ്ടം ഒന്നുകൂടെ കൂടി. പിന്നെ സാറിനോടെല്ലാം പറയണമെന്ന് തോന്നി. സാറിനോട് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ തണുത്തു. എനിക്കൊരു സുരക്ഷ അനുഭവപ്പെട്ടു. അങ്ങനെ ഒരു ദിവസം അവൻ എനിക്ക് വിളിച്ചു. ഹലോ ഡീ, പറയടി. ഫാസിൽ വീണ്ടും വന്നല്ലേ? അയാൾക്കിനി എന്താ വേണ്ടത്? അറിയില്ല, അന്ന് സാറില്ലെങ്കിൽ ആലോചിക്കാനേ വയ്യ. നിനക്ക് സാറിന് ഇഷ്ടമല്ലേ? അത് നീ എന്നോട് പറഞ്ഞുവാണ്. അത് വേണ്ടടി, നടക്കാത്ത കാര്യം നിനാ വെറുതെ. ആര് പറഞ്ഞ നടക്കില്ലെന്ന്? നിനക്ക് നല്ലപോലെ അറിയില്ലേ? സത്യം പറഞ്ഞ എൻഗേജ്മെന്റ് കഴിഞ്ഞല്ലേ എൻ്റേത്? നീയല്ലേ ഇതുവരെ പറഞ്ഞിരുന്നു കാണാത്ത ഒരാൾക്ക് വേണ്ടി നീ കാത്തിരിക്കില്ലെന്നൊക്കെ. ഉമ്മയും ഉപ്പി എന്തായാലും സമ്മതിക്കൂല. പ്രണയിക്കുന്ന എല്ലാവരും നിന്റെ അളിയനെ പോലെ ആവില്ല. പിന്നെ ഉമ്മമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ നിനക്ക് ഇഷ്ടപ്പെടാതെ കെട്ടിക്കില്ല എന്ന്. പിന്നെന്താ? എന്നാ ശരിടി. എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടിയില്ല, അതാ വേഗം നിർത്തിയത്. ശരിയാ, അവന് പറഞ്ഞ പോലെ ഉമ്മമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നെ എപ്പോഴും എല്ലാവർക്കും ഒരു കളിയാക്കലാണ്. എന്തു പറഞ്ഞാലും നീ മിണ്ടണ്ട, നിന്റെ തീരുമാനമായതല്ലേ എന്നവർ പറയും. എൻ്റെ കുട്ടിക്ക് ഇഷ്ടമായ മാത്രമേ കെട്ടിക്കൂ എന്ന്. അത് ഉപ്പയും സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ എന്തു വേണമല്ലേ, നോക്കാം. അങ്ങനെയൊന്നും പ്രണയം വിട്ടുകളയല്ലേ. പിറ്റേന്ന് ക്ലാസ്സിൽ ബോറടിച്ചിരിക്കുകയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നു. സുബിയും ഒക്കെ സ്റ്റാഫ് റൂമിൽ പോയതാ. എന്നെ കുറേ വിളിച്ചു, ഞാൻ പോയില്ല. ക്ലാസ്സിൽ ഷിഫാനയുടെ ഗ്യാങ് മാത്രമേ ഉള്ളൂ. അവരെന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നു. നീ എപ്പോഴും പ്രപ്പോസ് ചെയ്യുന്ന സാറിനെ? ചെയ്യണം, ചില മാരണങ്ങളൊക്കെ ഒഴിഞ്ഞു പോയതല്ലേ. അവൾ എന്നെ നോക്കിയാണ് പറഞ്ഞത് മനസ്സിലായി. ഒന്ന് പോടി, നീ പോയി പ്രപ്പോസ് ചെയ്ത സാർ നിന്റെ പിന്നാലെ വാലും പൊക്കി വരും എന്നൊക്കെ പറയണമെന്നുണ്ട്. വേണ്ട, ഇപ്പൊ സാറിന് നിന്നോട് എന്തോ ഉണ്ട് കേട്ടോ, അവളുടെ കൂട്ടുകാരി പറഞ്ഞു. ആ റിയ, നീ അറിഞ്ഞോ? ഷിഫനോട് ചോദിച്ചു. ഞാനറിഞ്ഞു, നീ സാറിന്റെ പിന്നാലെ നടന്ന് അലയുന്നു. ഷിഫാനെ അഫ്സൽ സാർ വിളിക്കുന്നുണ്ട് കേട്ടോ, പുറത്തുനിന്ന് ആരോ ഒന്ന് പറഞ്ഞു. അതും പറഞ്ഞ് അവളെന്നെ കണ്ണിറുക്കി കാണിച്ചിട്ട് പോയി. ഇയാളെന്താ ഇപ്പൊ അവള് വിളിക്കുന്നത്? വല്ല പണിഷ്മെന്റിനും ആയിരിക്കും. എന്തായാലും അവൾമാരുടെ മുമ്പിൽ അവളാകെ ചമ്മി. അയ്യോ റിയ, ചെറുതായി ചമ്മിയോ? അവളുടെ കൂട്ടുകാരി ചോദിച്ചു. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോന്നു. റിയ, ആ ഷിഫാന സാറിൻ്റെ അടുത്താ, രണ്ടും ഭയങ്കര സംസാരം. സുബി ഒന്ന് പറഞ്ഞു. അവർക്കെന്താ ഇത്രമാത്രം സംസാരിക്കാൻ? അറിയില്ല, രണ്ടും ഭയങ്കര ചിരിയും കളിയും. ശരിയാണ് സുബി. സാറും ഷിഫാനയും ഭയങ്കര. എനിക്കാണ് ഈ ദേഷ്യം കൺട്രോൾ ചെയ്യാനേ പറ്റുന്നില്ല. റിയ, സാറിന്ന് അവൾമാരുടെ കൂടെ ഔട്ടിയിൽ പോകുന്നുണ്ട്. ഇന്ന് സുബിയുടെ ബർത്ത്ഡേ അല്ലേ? സാറിന് വേറെ കമ്പനി കിട്ടിയില്ലേ? നീ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല മോളെ. സാറ് കൂടുതൽ അവളോട് അടുക്കുവാണെന്ന് തോന്നുന്നു. അവളാണെങ്കിൽ തക്കം നോക്കി നിൽക്കുകയാണ്. എൻ്റെ ഉറക്കം പോയല്ലോ. അനുവിനോട് പറഞ്ഞാലോ? വേണ്ട, തെറി കേൾക്കും. എന്താ ചെയ്യുക? സാറിനോട് ചോദിച്ചു നോക്കാം. സർ, റിയ എവിടെ? ഇവിടെയുണ്ട് സർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. റിയ, ഞാൻ ഇത്തിരി ബിസിയാണ്, ഷിഫാനെ വിളിക്കുന്നുണ്ട്, ഞാനിപ്പോൾ വരാം കേട്ടോ. എൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. കൈവിട്ട് പോവുക പഠിച്ചോനെ. ഹലോ, നീ എന്താ പറയേണ്ടതെന്ന് പറഞ്ഞ്? കുറച്ച് കഴിഞ്ഞ് സാറ് വന്നു. സാറ് ഷിഫാനായിട്ട് കമ്പനി ആയല്ലേ? യെസ്, നല്ല കുട്ടിയാവള്. റിയ, ഷിഫാനയുടെ കമ്പനി വളരെ രസമാണ്, സമയം പോകുന്നേ അറിയില്ല. നീ ഷിഫാനായിട്ട് കമ്പനി ഇല്ല അല്ലേ? ഒന്ന് കമ്പനി ആവാൻ ശ്രമിക്കേ. അയ്യോട്ടൊരു ഷിഫാന, വേറെ ആരും കിട്ടിയില്ല. പട്ടി പഠിച്ചോനെ, ഇനി ഇവര് ഇഷ്ടത്തിലാവോ? ഏയ്, സാറിന് എന്നെയല്ലേ ഇഷ്ടം. പിന്നെ ഞാൻ ഇഷ്ടം പറയാത്തതുകൊണ്ട്. പിറ്റേന്ന് രാവിലെ ക്ലാസ് എടുക്കുന്ന സമയം. എക്സാമൊക്കെ എടുത്തു, പഠിക്കാൻ തുടങ്ങിയില്ലേ? സാറ് ചോദിച്ചു. ഷിഫാന പഠിക്കാൻ തുടങ്ങിയോ? സാറിൻ്റെ ഹെൽപ്പുള്ളതുകൊണ്ട് നന്നായി പോകുന്നു, അവൾ പറഞ്ഞു. ഹെൽപ്പോ? റിയ, സാറോളെ ഹെൽപ്പൊക്കെ ചെയ്യാൻ തുടങ്ങി, സുബി പറഞ്ഞു. അതിന് ഞാനെന്ത് ചെയ്യേണ്ടത്? നീ ഒന്നും ചെയ്യാതെ അവിടെ നിന്നോ. അവള് മിക്കവാറും ചെക്കനെ കൊണ്ട് പോകും. അതിനെന്താ, കൊണ്ടുപോയിക്കോട്ടെ. അവർ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും, അതിനപ്പുറം ഒന്നും ഉണ്ടാവില്ല, നീ ഇത് പറഞ്ഞു. ഞാൻ ബെഞ്ചിലിരിക്കുകയായിരുന്നു, സുബി ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ ആ ഷിഫാന വന്ന് എൻ്റെ അരികിലിരുന്നു. റിയ, ഡീ സുഖാണോ നിനക്ക്? എന്നോട് ദേഷ്യം ഉണ്ടാവില്ല നിനക്ക്? എനിക്കാരോടും ദേഷ്യമൊന്നുമില്ല. അങ്ങനെ പറയുന്നത്, നിനക്ക് ആകപ്പാടെയുള്ള ശത്രുവല്ലേ ഞാൻ? അത് കുറച്ചുകൂടി കൂടട്ടെ. ഷിഫാന, നീ ചൊറിയാതെ പോയേ. നീ മിണ്ടല്ലേ സുബി, ഞാൻ പറയട്ടെ. ഷിഫാന തുടർന്നു.
എൻ്റെ റിയ ഇന്ന് ഞാൻ സാറിനെ പ്രപ്പോസ് ചെയ്യാൻ പോവാ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. സാർ ഇതിനോട് പറയാൻ നിൽക്കായിരിക്കും. ഒന്ന് പോടി. ഷിഫാന, സാർ വന്ന് വിളിച്ചു. എനിക്ക് നിന്നോട് കാര്യം പറയാനുണ്ട്. ഈവനിങ് സ്റ്റാഫ് റൂമിൽ വാ. ആ പിന്നെന്താ? സാർ അതും പറഞ്ഞ് പോയി. എങ്ങനെയുണ്ട്? അല്ലെങ്കിലും സാറിന് എന്നെ ഇഷ്ടം. അപ്പം ഞാൻ പോട്ടെ, ഷിഫാന പറഞ്ഞു. നിനക്കൊന്നും പറയാനില്ല റിയ, നീ എന്താ അന്ന് വിട്ടിക്കുന്നേ? സുബി ചോദിച്ചു. ഞാനെന്താ ചെയ്യാം, സാറിൻ്റെ സ്നേഹം അത്രയേ ഉള്ളൂ. നീ അതും പറഞ്ഞ് നിന്നോ? നിനക്കൊന്നുമില്ല ഇപ്പം സാറിനോട്? സുബി, ഞാൻ എൻ്റെ ദേഷ്യവും സങ്കടവും കൺട്രോൾ ചെയ്യുക. പറ്റുന്നില്ല. ഞാനെന്താ ചെയ്യാം? ആൾ പോകുന്നതിന് മുമ്പ് നീ പോകണം. നീ ഇപ്പം തന്നെ പോ. ഞാനോ? സുബിയുടെ നിർബന്ധപ്രകാരം ഞാൻ പോയി. സാറിൻ്റെ സ്റ്റാഫ് റൂമിൽ. സർ, റിയ ഇരിക്ക്. എന്തെങ്കിലും ഡൗട്ടുണ്ടോ? എന്താ? സാറും ഷിഫാനയും തമ്മിൽ എന്താ ബന്ധം? അത് നീ എന്തിനാ അറിയുന്നത്? എനിക്കറിയണം. നീ അറിയണ്ട. അതെന്താ? എനിക്ക് അവൾ ഇഷ്ടമാണ്. എന്തേ? അപ്പം എന്നോടോ? നിനക്കെന്നോടില്ലല്ലോ. എനിക്കില്ല. ആരോടും? പിന്നെന്താ പ്രശ്നം? നീ എന്തിനാ കരയുന്നത്? സർ, ഇത് നല്ലതല്ല. എന്തുകൊണ്ട്? നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. പക്ഷെ നിനക്കെന്നോട് സ്നേഹമില്ലല്ലോ. ആര് പറഞ്ഞു? അപ്പോൾ ഉണ്ടോ? അത് പറ, കേൾക്കട്ടെ. സാറിനാണ് ശരിക്കും ഇഷ്ടമാണോ? നിനക്കെന്നെ ഇഷ്ടമാണോ? അത് ഞാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. ഇഷ്ടമാണോ? ആണോന്ന്? എന്ത്? മോളൊന്നുകൂടെ പറഞ്ഞ്. ഇനി പറയില്ല. മതി, ഒരൊറ്റ തവണ പറഞ്ഞാൽ മതി. ഇതിനു വേണ്ടിയാ ആ ഷിഫാനയോട് കമ്പനി വിടേണ്ടി വന്ന്. സാറ് ചിരിച്ചു. ഓഹോ, പ്ലാനിങ് ആയിരുന്നല്ലേ? എൻ്റേതല്ല, അനുവിൻ്റെ. അവളെങ്ങനെ അറിഞ്ഞു? നിനക്കെന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് കുറേ മുമ്പേ അറിയായിരുന്നു. അത് നിന്റെ വായിൽ നിന്ന് കേൾക്കണമെന്നുണ്ടായിരുന്നു. അതിന് ഷിഫാനയെ കിട്ടിയുള്ളൂ? അനു പറഞ്ഞു നിനക്ക് കുശുമ്പുരുത്താൻ ഷിഫാനയാ ബെസ്റ്റ് എന്ന്. ഇന്ന് ആ സ്ഥലത്ത് വരെ ഒന്ന് പോയാലോ? നീ വരുമോ? എനിക്ക് ആഗ്രഹമുണ്ട്. വീട്ടിൽ. സാറിൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചുകൊണ്ടിരുന്നു. സാറിൻ്റെ അരയ്ക്ക് ചുറ്റും പിടിച്ചു. സ്റ്റാഫ് റൂമിൽ ആരുമില്ലായിരുന്നു. സാർ. എന്താടി? സാറിൻ്റെ ചുണ്ടെൻ്റെ കവിളിലാൻ പറഞ്ഞു. ഞാൻ പകച്ചു പോയി. ഞാൻ അങ്ങനെ അന്തം വിട്ട് നിന്നു. ഇനിയും വേണോ? വേണമെങ്കിൽ തരാം. അയ്യോ വേണ്ട. ഞാൻ അവിടുന്ന് വേഗം പോയി. ക്ലാസ്സിലിരുന്നു. സാർ ഉമ്മ എന്നെ ആലോചിച്ചിരുന്നു. ഞാൻ എൻ്റെ കവിളിൽ പിടിച്ച് നിന്നു. എന്താ അറിയാ ഒരു ആലോചന? സുബി ചോദിച്ചു. ഒന്നുമില്ല. കവിളിലെന്താ? ഞാനാകെ ഞെട്ടി. എന്ത്? ഒന്നുമില്ല. അവൾ ആക്കിയാണോ ചോദിച്ചത്? ഏയ്. ബസ് സ്റ്റോപ്പിൽ സാറ് കാർ നിർത്തി. എന്നെ നോക്കി കണ്ണിറുക്കി. ഞാൻ കള്ളച്ചിരി പാസ്സാക്കി. സാറ് കയറാൻ കുറേ പറഞ്ഞു. ഞാൻ കയറില്ലെന്ന് ആംഗ്യം കാണിച്ചു. ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. വീട്ടിലെത്തി അവൾ കണ്ണാടിയിൽ നോക്കി. കുറേ നേരം അതിൽ തന്നെ നോക്കിയിരുന്നു. അവൻ കിസ് എന്ന് അവളുടെ മനസ്സിൽ വന്നു. അവൾ ചെറുപുഞ്ചിരിയോടെ തന്നെ നിന്നു. നീ കുളിക്കുന്നില്ലേ? ഉമ്മ ചോദിച്ചു. ആ, വേഗം കുളിച്ച് അടുക്കളയിലേക്ക് വാ. ഞാൻ വേഗം കുളിമുറിയിൽ കയറി. കുളിച്ച് അടുക്കളയിലെത്തി. ഈ പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെക്ക്, ഉമ്മ പറഞ്ഞു. എന്തിനമ്മ ഇത്രയധികം പച്ചക്കറികൾ? നാളെ വേറെ വീട്ടിലേക്ക് പോവേണ്ടതാ പെണ്ണെ. അത് സാമ്പാർ വെക്കാനാ. ഉഫ്, ഈ കൂര്. അതെൻ്റെ മണ്ടക്കിട്ട് അടിക്ക്. നോമ്മി, അത് ഞാൻ ചെയ്യില്ല. അത് മാത്രം പറയരുത്. അത് അരിഞ്ഞു വെക്ക്. അതൊരു പച്ചക്കറിയാ. ഓ, ഇപ്പം ശരിയാക്കാം. ഞാൻ അരിഞ്ഞു വെച്ചു. ഉമ്മിക്ക് സങ്കടമാവണ്ടെന്ന് കരുതി ഞാൻ ആ കോല് നന്നായിട്ട് അരിഞ്ഞു. ഉമ്മി കഴിഞ്ഞു, പോട്ടെ. ഏയ്, ആ പാത്രം കഴുകി വെക്ക്. ഈ ഉമ്മീനെ കൊണ്ട് എന്തേലും പറഞ്ഞൊഴിഞ്ഞാലോ? ഇതെന്താ അറിയാ ഈ ചെയ്തു വെച്ചേക്കുന്നേ? മുരിങ്ങാക്കോല് വലുതാക്കിയാണ് അരിയേണ്ടത്. വേണ്ടക്ക് അരിയുന്ന പോലെ ഇട്ടിട്ടുണ്ട്. നിന്നെ എങ്ങനെ കെട്ടിച്ചയക്കും? അവിടെ പണിയെടുക്കാനാണ് ഞാൻ പോകുന്നത്. മിണ്ടാതിരുന്ന് കഴുകിക്കോ. നാളെ മുഴുവൻ അടുക്കളയിൽ വേണ്ടോ? പിന്നെ ഞാനങ്ങ് വരും. ഇത്താൻ സോപ്പിട്ടെടുത്താം. ഇവിടുന്ന് എങ്ങനെയും ഒഴിവാകാം. ആ റീനു, എന്താ അടുക്കളയിൽ? വഴിതെറ്റി വന്നാവും, റിച്ചു പറഞ്ഞു. നീ പോടാ. ഇത് നോക്കിയോളാ അരിഞ്ഞത്. ഇക്ക ചിരിച്ചു. പോടാ. സാധാരണ പച്ചക്കറി ഇത്ര ചെറുതാക്കി അരിയില്ലല്ലോ. ഇക്കപ്പോ, ഞാൻ മിണ്ടില്ല. ഞാൻ അവിടുന്ന് പോയി. സത്യം പറഞ്ഞാൽ എസ്കേപ്പായി. വാട്സപ്പിൽ കുറേ മെസ്സേജ് സാറ് കുറേ ഇട്ടിട്ടുണ്ട്. എന്താ? ഒന്നുമില്ല. നിന്നെ ഓൺലൈൻ കാണാനായിട്ട് എനിക്ക് നിന്നെ കാണാൻ പൂതിയാവുന്നുണ്ട്. ഞാൻ നിന്റെ വീട്ടിലേക്ക് വരട്ടെ? ഏയ് നോ. എന്താ? ജസ്റ്റ് കണ്ടു ഞാൻ പോയിക്കോളാം. പ്ലീസ് വേണ്ട. പിന്നെ ഇങ്ങനെ കാണുക. നാളെ സാറ്റർഡേ അല്ലേ? ഞാൻ ഐഡിയ പറയട്ടെ. നാളെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇറങ്ങി. എന്നിട്ടോ? എന്നിട്ട് കറങ്ങാം. എനിക്ക് പേടിയാ, ഉമ്മ പിടിക്കും. എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചാലോ? ഓളോട് നീ പറഞ്ഞ് സെറ്റാക്ക്. സത്യം പറഞ്ഞാൽ ഞാൻ കൊതിച്ചിരുന്നു അങ്ങനെ ഒരു പോക്ക്. എല്ലാം സെറ്റാക്കി. നാളെ പോകുന്നോർത്ത് കിടന്നു. പിറ്റേന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഉമ്മ പിറുവിറുക്കുന്ന ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ നിന്നു. സാർ അങ്ങോട്ട് വന്നു. എൻ്റെ പ്രിയതമേ, കയറ്. നിങ്ങൾ പൊളിയാണല്ലോ. ആ, ഞാനല്ലെങ്കിലും പൊളിയല്ലേ? ഞാൻ ചുമ്മാ പറഞ്ഞ, അത്രക്കൊന്നുമില്ല. എൻ്റെ മൊഞ്ചത്തിക്കുട്ടി മൊഞ്ചായിട്ടുണ്ടല്ലോ. എവിടെയൊക്കെ പോകുന്നേ? ശാന്തി തീരം, കോട്ടക്കുന്ന്. എവിടെയൊക്കെ പോകണ്ടത്? രണ്ടും സേഫല്ല. നമുക്ക് മറ്റേ സ്ഥലത്ത് പോയാൽ പോരെ? ആ സ്ഥലത്ത് ഞങ്ങൾ എത്തി. ഒത്തിരി നേരം സംസാരിച്ചു. അതെ, പോവല്ലേ? കുറേ നേരമായില്ലേ? ഞാൻ ചോദിച്ചു. എന്നാ അവിടെ കിടക്കാം. എന്താ? ശരിക്കും പോ. ഞാൻ എഴുന്നേറ്റു. പോവാട്ടോ, പേടിയാവുന്നു. എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കുക. സാറ് കൈ നീട്ടി. ഉഫ്, എന്തൊരു കനം. സാർ എന്നെ തള്ളി മടിയിലേക്ക് ഇട്ടു. കുറേ നേരം ഞങ്ങൾ നോക്കിയിരുന്നു. എന്താ മനുഷ്യ? എന്നാ കൊണ്ടുപോ. എന്ത്? നിന്റെ തല. സാറ് ചിരിച്ചു. അത് തരൂല, എനിക്ക് വേണം. നിങ്ങൾ ദേഷ്യപ്പെടില്ലേ? എന്നാ കൊണ്ടുപോ. ഇനിയും പോവാം.
പിന്നെ വീട്ടിലായി തന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. ഞങ്ങൾ പ്രണയിച്ചുകൊണ്ടിരുന്നു. വിളിയും കളിയുമായി നീണ്ടുപോയി. ശരിക്കും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതിരിക്കാനേ കഴിയില്ല. മറുവശത്ത്, റിയാന, ഞാൻ ഇന്നലെ പറഞ്ഞ നീ ഒന്നും പറഞ്ഞില്ലല്ലോ, ഷിഹാബ് ചോദിച്ചു. ഇക്ക, എനിക്കിനി ജീവിതമല്ല. ഇക്കാടെ ജീവിതം കൂടി എന്തിനാ വെറുതെ? ഞാൻ നിനക്ക് വേണ്ടിയായി ജീവിതം ഇത്രയും നീട്ടിയത്. നിന്റെ സ്ഥാനത്ത് വേറൊരു പെണ്ണിനെ എനിക്ക് കാണാൻ കഴിയില്ല. ഇക്കെന്തിനാ ഈ നശിച്ചവളെ സ്നേഹിച്ച്? പിന്നെ എൻ്റെ ചിന്തയിൽ അങ്ങനെയൊന്നുമില്ല. റിയാൻ അവിടെ നിന്ന് പോയി. നിന്നെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ഇനി നീ എൻ്റേത് മാത്രമാണ്. വിട്ടുകൊടുക്കില്ല. ഷിഹാബ് അവൾ തന്നെ നോക്കി നിന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.